ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് തയ്യാറാക്കുന്നത് ബട്ടർ പനീറാണ്, അല്ലെങ്കിൽ പനീർ ബട്ടർ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കളർ വ്യത്യാസമൊന്നും വരുത്തണ്ട, ജസ്റ്റ് അതിൻ്റെ ചൂടായാൽ മതി, ബ്രൗൺ കളറൊന്നും ആക്കണ്ട. അപ്പോൾ അത് ചൂടാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 7-8 വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കളറിന് എരിക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടാവുക. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സവാള, വലിയ സവാള അരിഞ്ഞത്, വലുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, എരിക്ക് ആവശ്യമുള്ള രീതിയിൽ. ഇത് ഞാനെടുത്ത പച്ചമുളക് വെച്ച് നല്ല എരിയുള്ളതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ച ചുവ മാറുന്ന വരെ വഴറ്റിയാൽ മതി, അല്ലാതെ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്നും വഴറ്റിയുടെ കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒന്ന് കളറൊന്ന് വ്യത്യാസം, അതായത് അതിൻ്റെ ഒരു വെണ്ട ഒരു പരുവാകുമ്പോൾ അതിലേക്ക് ഞാനൊരു തക്കാളി വലുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ട് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു ഇത് മിക്സ് ആയതിനു ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കുകയാണ്, ആറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ആറിയതിനു ശേഷം നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മളെ തയ്യാറാക്കിയ കൂട്ട് നല്ല വൃത്തിയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ കടായിൽ തന്നെ അല്പം വെച്ച് ഏറെ ബട്ടർ ചേർത്ത് കൊടുത്ത് അത് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഞാനൊരു വലിയ സവാള തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇട്ടൊന്ന് വഴറ്റി അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നല്ലവണ്ണം മൂത്ത് നല്ല കളർ വ്യത്യാസത്തിൽ വരണം ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സവാള നന്നായി മൂത്ത് ഒരു കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർക്കാൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ വറ്റൽമുളക് അതിനകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് മുളക് പൊടി കുറച്ചുകൂടെ കുറച്ചത്. 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകി ആ അരപ്പ് കലർന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ളത്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവാൻ വേണ്ടി വെക്കുക. ഒന്ന് തിള വന്ന് ഈ അരപ്പുകളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക.
അപ്പോൾ നമ്മുടെ ഈ കൂട്ടിന് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇത്രയും തിക്കായിട്ടുള്ള ഇത് വേണ്ട, എനിക്ക് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് വേണം ഇത് അരപ്പ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച ചൂടുവെള്ളം ഇച്ചിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കുകയാണ്. അത് ക്യൂബായിട്ടുള്ള പനീറാണ് ഞാൻ വാങ്ങിച്ചത്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് പിന്നെ കുറച്ച് ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്തൂരി മേത്തി, അത് നന്നായിട്ട് കയ്യിൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പം നമ്മുടെ ഇതിൽ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കൂടുതലാണോ കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക. ഇതിൽ ഉപ്പ് കറക്റ്റ് പരുവത്തിന് തന്നെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്രീമാണ്, നമ്മുടെ സാധാരണ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാതിരിക്കും നല്ലത്, കുറച്ച് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഈ കറിക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, നമ്മുടെ പനീറൊക്കെ വെന്ത് നല്ല രീതിയിലായിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെച്ച് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇന്നത്തെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.